You can take a look inside. Okay, you can take it back. ഹായ്, പുതിയൊരു യാത്രാ പരമ്പരയിലേക്ക് സ്വാഗതം. വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണിത്. അടുത്ത നാളുകളിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ ധാരാളം സഞ്ചാരികളുടെ ഒരു പറുദീസയായ രാജ്യം. ചരിത്രപരമായ പ്രാധാന്യത്താലും സാംസ്കാരിക സമൃദ്ധിയാലും പ്രകൃതി രമണീയമായ ഭൂപ്രകൃതിയാലും ഭക്ഷണ വൈവിധ്യത്താലും ഊഷ്മളമായ ആതിഥ്യത്താലും നിരവധി സാഹസിക അവസരങ്ങളാലും താങ്ങാനാവുന്ന ചിലവിൽ സന്ദർശിക്കാവുന്ന ഒരു രാജ്യം. കഷ്ടപ്പാടിലൂടെ തങ്ങളുടേത് മാത്രമായ ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ ലോകശക്തികളെ മുട്ടുകുത്തിച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യം. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന മികച്ച രാജ്യങ്ങളിൽ ഒന്നായ വിയറ്റ്നാമിലേക്കാണ് ഈ യാത്ര. എന്റെ ക്യാമറയ്ക്ക് വിശ്രമമില്ലാത്ത ഒരു യാത്രയായിരുന്നു ഇത്. ഞാൻ സന്ദർശിച്ച രാജ്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമാണ് വിയറ്റ്നാം. പഴയതിനെ അപേക്ഷിച്ച് ഇന്ന് വിയറ്റ്നാമിലേക്കുള്ള യാത്ര വളരെ എളുപ്പമാണ്. കൊച്ചിയിൽ നിന്നും തിങ്കൾ, ബുധൻ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് വിയറ്റ്ജെറ്റ് നേരിട്ടുള്ള വിമാന സർവീസ് നടത്തുന്നുണ്ട്. രാത്രി 11:50 പുറപ്പെടുന്ന വിമാനം രാവിലെ 6:30 ഹോച്ചിമിൻ സിറ്റിയിലെത്തും. ഏകദേശം എസ് ആകൃതിയിലുള്ള നീളമേറിയ ഈ രാജ്യത്തിന് വടക്ക് നിന്ന് തെക്ക് വരെ 1650 കിലോമീറ്റർ നീളമുണ്ട്. രാജ്യത്തിനുള്ളിലെ എല്ലാ പ്രധാന പട്ടണങ്ങളും വിമാനമാർഗം ബന്ധിച്ചിരിക്കുന്നു. വിയറ്റ്നാമിനുള്ളിലെ വിമാനയാത്ര ഇന്ത്യയിലെ അപേക്ഷിച്ച് ചെലവ് വളരെ കുറഞ്ഞതാണ്. വിയറ്റ്നാമിന്റെ വടക്ക് ഭാഗത്തുള്ള ഹാനോയിൽ നിന്നും ആരംഭിച്ച് തെക്ക് ഭാഗത്തുള്ള ഹോച്ചിമിൻ സിറ്റിയിൽ യാത്ര അവസാനിപ്പിക്കാനാണ് എന്റെ പ്ലാൻ. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനാണ് ഞാൻ ഹാനോയിലേക്ക് പോകുന്നത്. ബാഗേജ് കളക്ട് ചെയ്തതിനു ശേഷം നടന്നു പോകാനുള്ള ദൂരം മാത്രമേയുള്ളൂ ഡൊമസ്റ്റിക് ടെർമിനൽ. 2 മണിക്കൂറാണ് ഹാനോയിലേക്കുള്ള ഫ്ലൈറ്റ് സമയം. 11:30 ആയപ്പോൾ ഞങ്ങൾ ഹാനോയിലെത്തി. ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വാഹനവും ഗൈഡും കാത്തു നിൽപ്പുണ്ടായിരുന്നു. എറണാകുളത്തുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടി വിയറ്റ്നാമിലെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ യാത്ര, താമസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയോടെ പ്രൊഫഷണലായിട്ടാണ് റോയൽ സ്കൈ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. ഇന്ന് ഹാനോയിയുടെ പഴയ നഗരത്തിലെ കാഴ്ചകൾ കാണാമെന്നാണ് വിചാരിക്കുന്നത്. അതിനു മുമ്പായി ഭക്ഷണം കഴിക്കാം എന്ന് തീരുമാനിച്ചു. വിയറ്റ്നാമിന്റെ ഭക്ഷണ വൈവിധ്യത്തെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം വിയറ്റ്നാം രീതിയിലായിരുന്നു. ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷണമാണ് ഫോ എന്ന് പൊതുവെ വിളിക്കുന്ന റൈസ് സൂപ്പ് നൂഡിൽസ്. ചിക്കൻ, പോർക്ക്, ബീഫ്, വെജിറ്റബിൾ എന്നിങ്ങനെ പല രുചികളിൽ ഇത് ലഭിക്കും. പച്ച ഇലകളും ഇറച്ചിയും ഒക്കെ നൂഡിൽസ് ഇട്ട ഒരു സൂപ്പിൽ പാചകം ചെയ്യുന്ന ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച സ്ഥലം ഒരു ഹോട്ടൽ മാത്രമല്ല, പെയിന്റിങ്ങുകളും തുണികളിൽ നെയ്തുണ്ടാക്കുന്ന ചിത്രപ്പണികളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ധാരാളം സ്ത്രീകൾ ഇവിടെ ചിത്രപ്പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വളരെ മനോഹരമായ വർക്കുകൾ ധാരാളം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവയുടെ ഒന്നും ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. ഈ പ്രദേശം നഴ്സറികളുടെ ഒരു ഏരിയ കൂടിയാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത മനോഹരമായ ധാരാളം ചെടികൾ വിൽപ്പനയ്ക്കായി റോഡരികൾ നിരത്തി വെച്ചിട്ടുണ്ട്. വിയറ്റ്നാമിന്റെ തലസ്ഥാനവും ഏറ്റവും ജനസംഖ്യയുള്ള 2ാമത്തെ നഗരവുമാണ് ഹാനോയ്. ഹാനോയ് എന്ന പേരിന്റെ വിവർത്തനം നദിയുടെ ഉള്ളിൽ എന്നാണ്. അതിന്റെ കാരണം ഈ നഗരത്തിന്റെ അതിർത്തികൾ ചുവന്ന നദിയും കറുത്ത നദിയും ആയതിനാലാണ്. ഇന്നത്തെ ഹാനോയുടെ ഉത്ഭവം 1010 ലീ രാജവംശത്തിന്റെ ചക്രവർത്തി താങ്ലോങ് എന്ന സുപ്രധാന നഗരം സ്ഥാപിച്ചത് മുതൽ 1000 വർഷത്തിലേറെ പഴക്കമുണ്ട്. താങ്ലോങ് എന്ന പേരിന്റെ അർത്ഥം മുകളിലേക്ക് ഉയരുന്ന മഹാസർപ്പം എന്നാണ്. നൂറ്റാണ്ടുകളായി അഭിവൃദ്ധി, വിദേശ അധിനിവേശം, യുദ്ധം എന്നിങ്ങനെ വിവിധ പരിവർത്തനങ്ങൾക്ക് ഹാനോയ് വിധേയമായി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 20ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ഫ്രഞ്ച് കൊളോണിയൽ ഭരണം നഗരത്തിന്റെ വാസ്തുവിദ്യയിൽ കാര്യമായ സ്വാധീനം ചെലുത്തി. 1975 വിയറ്റ്നാം യുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് ഹാനോയ് ഏകീകൃത വിയറ്റ്നാമിന്റെ തലസ്ഥാനമായി. ഹാനോയിയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകം, അതിന്റെ പുരാതന ക്ഷേത്രങ്ങൾ, കൊളോണിയൽ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ, ഊർജ്ജസ്വലമായ തെരുവ് ജീവിതം എന്നിവയിൽ പ്രകടമാണ്.
ഞങ്ങൾ ആദ്യം പോകുന്നത് ഹാനോയിലെ ഏറ്റവും പഴക്കമുള്ള ബുദ്ധക്ഷേത്രത്തിലേക്കാണ്. ഹാനോയിയുടെ വെസ്റ്റ് തടാകത്തിലെ ഒരു ചെറിയ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ബുദ്ധക്ഷേത്രമാണ് ട്രാൻ ക്വാക് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ നാമം ഖാൻ ആൻഡ് ടെമ്പിൾ എന്നാണ്. എന്നാൽ പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ ലീ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ഇത് ട്രാൻ ക്വാക് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. കാലക്രമേണ ഈ ക്ഷേത്രത്തിന് രാജ്യത്തിന്റെ സമാധാനം, വടക്കിന്റെ സംരക്ഷകൻ എന്നിങ്ങനെ വിവിധ പേരുകൾ ലഭിച്ചു. സ്ഥാപിതമായപ്പോൾ ചുവന്ന നദിയുടെ തീരത്തായിരുന്നു ഈ ക്ഷേത്രം. നദിയുടെ കയ്യേറ്റം കാരണം ക്ഷേത്രം 1615-ൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ ഫിഷ് എന്ന ഈ ദ്വീപിലേക്ക് മാറ്റി. 11 നിലകളോടെ ഉയർന്നു നിൽക്കുന്ന പഗോഡയ്ക്ക് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. ഇതിന്റെ ഉള്ളിൽ താമരപ്പൂവിൽ ഇരിക്കുന്ന ശാക്യമുനി ബുദ്ധന്റെ മഞ്ഞ നിറമുള്ള പ്രതിമയുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ ലീ രാജവംശത്തിന്റെ കാലത്താണ് പഗോഡ നിർമ്മിച്ചത്. പ്രധാന സന്യാസിയുടെ ചിതാഭസ്മം സൂക്ഷിക്കുന്ന 1500 വർഷത്തിലധികം പഴക്കമുള്ള പഗോഡ ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ്. ബുദ്ധമതത്തിന്റെ വഴികൾ പൊതുജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് സന്യാസിമാർ നൂറ്റാണ്ടുകളായി ഈ സമുച്ചയത്തിൽ താമസിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഗൗതമ ബുദ്ധൻ എന്ന ശാക്യമുനി ബുദ്ധന്റെ പ്രതിമയാണ്. ഈ സമുച്ചയത്തിനുള്ളിൽ പ്രാദേശിക സന്യാസിമാരുടെ നേതാക്കൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മറ്റ് ആരാധനാലയങ്ങളുമുണ്ട്. പ്രധാനമായും ചൈനയിലും വിയറ്റ്നാമിലും ആരാധിക്കപ്പെടുന്ന ലേഡി ബുദ്ധയും ഇവിടെ കാണാൻ കഴിയും. സന്ദർശകർ എത്തിത്തുടങ്ങുന്നതിന് മുമ്പ് സന്യാസിമാർ മൈതാനത്തിനു ചുറ്റും പരന്നു കിടക്കുന്ന ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ സന്യാസിമാർ വിവാഹം കഴിക്കാത്തതിനാൽ അവരുടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നില്ല. ഇവിടുത്തെ സന്യാസിമാരുടെ പ്രധാന ആചാര്യൻ താമസിക്കുന്ന കെട്ടിടമാണ് ഇത്. ക്ഷേത്രത്തിന്റെ പ്രധാന ഹാളിൽ ബുദ്ധമത പഠിപ്പിക്കലുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിമകളും പുരാവസ്തുക്കളും ഉണ്ട്. ഹാളിന്റെ ഉൾവശം സങ്കീർണമായ മരം കൊണ്ടുള്ള കൊത്തുപണികളും അലങ്കാരങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന ദേവാലയത്തിൽ സന്ദർശകർ പ്രാർത്ഥനയുടെ ഭാഗമായി ധൂപം കത്തിക്കുന്നു. ദേവന്മാർക്ക് ആശംസകൾ അയക്കാനും പകരം ഭാഗ്യം ലഭിക്കാനുമാണ് ധൂപം കത്തിക്കുന്നത്. വിയറ്റ്നാമീസ് സംസ്കാരത്തിൽ ഒറ്റ സംഖ്യകളെ ഭാഗ്യമായി കണക്കാക്കുന്നതിനാൽ ഈ ധൂപവർഗ്ഗങ്ങൾ ഒറ്റ സംഖ്യകളിൽ കത്തിക്കുന്നു. നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിന്റെ ചരിത്രവും പുനരുദ്ധാരണവും വിശദീകരിക്കുന്ന ചൈനീസ് ഭാഷയിലുള്ള ലിഖിതങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി പുരാതന ശിലാപ്രതിഷ്ഠകളുണ്ട് ഇവിടെ. അവയിൽ പ്രധാനപ്പെട്ട സന്യാസിമാരുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബുദ്ധൻ ബോധോദയം നേടിയ ഇന്ത്യയിലെ ബോധഗയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബോധിവൃക്ഷമുണ്ട് ഇവിടെ. 1959-ൽ ഇന്ത്യൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് തന്റെ സന്ദർശന വേളയിൽ സമ്മാനിച്ചതാണിത്. സൈക്ലോ എന്ന് വിളിക്കുന്ന ഈ റിക്ഷയിൽ ഹാനോയിയുടെ ഓൾഡ് ക്വാർട്ടർ എന്നറിയപ്പെടുന്ന തെരുവുകളിലൂടെ നടത്തുന്ന ഒരു യാത്രയില്ലാതെ ഹാനോയിലെ സന്ദർശനം പൂർത്തിയാവുകയില്ല എന്ന് പറയാം. സാധാരണ സൈക്കിൾ റിക്ഷയേക്കാൾ ചിലവേറിയ ഒരു യാത്രയാണിത്. പ്രായമുള്ളവരാണ് ഈ റിക്ഷ ചവിട്ടുന്നത്. ഈ റിക്ഷയിൽ യാത്രക്കാർ മുമ്പിലാണ് ഇരിക്കുന്നത്. ട്രാഫിക് നിയമങ്ങളൊന്നും ബാധകമല്ലാതെ ഓൾഡ് ക്വാർട്ടറിലെ ഇടുങ്ങിയ തെരുവുകളിലൂടെയും തിരക്കേറിയ മാർക്കറ്റുകളിലൂടെയുമുള്ള ഈ യാത്ര ഇവിടെയുള്ള അതിൻ്റെതായ കഥകളുള്ള പുരാതന കെട്ടിടങ്ങളുടെയും ഈ തെരുവുകളുടെ ശബ്ദത്തിന്റെയും സുഗന്ധത്തിന്റെയും മാസ്മരികത അനുഭവിക്കാൻ നമുക്ക് അവസരം നൽകുന്നു. ഞങ്ങൾ ഡിസംബറിലാണ് ഹാനോയ് സന്ദർശിച്ചത്. ഒരു ക്രിസ്ത്യൻ രാജ്യം അല്ലെങ്കിൽ കൂടി ക്രിസ്മസിനെ വരവേൽക്കാനുള്ള വിയറ്റ്നാംകാരുടെ ആവേശം ഇവിടുത്തെ തെരുവുകളിലെല്ലാം പ്രകടമാണ്. ഹാനോയിലെ ബാ ദിൻ എന്നറിയപ്പെടുന്ന ഒരു സ്ക്വയറാണിത്. 1945 സെപ്റ്റംബർ 2 പ്രസിഡന്റ് ഹോച്ചിമിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വായിച്ച സ്ഥലമാണിത്. ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിനെതിരെ 1885-നും 1889-നും ഇടയിൽ നടന്ന ബാ ദിൻ പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന ഒരു കലാപത്തിന്റെ പേരിലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. പ്രസിഡന്റിന്റെ കൊട്ടാരം, വിദേശകാര്യ മന്ത്രാലയം, ദേശീയ അസംബ്ലി കെട്ടിടം എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന കെട്ടിടങ്ങൾ ഈ സ്ക്വയറിലുണ്ട്.
വിയറ്റ്നാമീസ് വിപ്ലവ നേതാവും 1951 മുതൽ 1969 മരണം വരെ വിയറ്റ്നാം വർക്കേഴ്സ് പാർട്ടിയുടെ ചെയർമാനുമായിരുന്ന പ്രസിഡന്റ് ഹോച്ചിമിന്നിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ബാദിൻ സ്ക്വയറിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹോച്ചിമിൻ മൗസോളിയം. പുറംഭാഗം ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് കൊണ്ടും ഉൾവശം കറുപ്പിലും ചുവപ്പിലുമുള്ള കല്ലുകളാലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഹോച്ചിമിന്നിന്റെ എംബാം ചെയ്ത മൃതദേഹം സൈനിക ഹോണർ ഗാർഡിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇതിന്റെ സെൻട്രൽ ഹാളിൽ സൂക്ഷിച്ചിരിക്കുന്നു. മങ്ങിയ ലൈറ്റുകളുള്ള ഒരു ഗ്ലാസ് കേസിലാണ് ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. തന്റെ ചിതാഭസ്മം വിയറ്റ്നാമിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കണമെന്ന ഹോയുടെ ആഗ്രഹത്തെ പരിഗണിക്കാതെയാണ് നേതാക്കൾ അത് സംരക്ഷിക്കാൻ തീരുമാനിച്ചത്. അങ്കിൾ ഹോ എന്ന് ജനങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഹോയുടെ ശവകുടീരം സന്ദർശിക്കാൻ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ജനങ്ങൾക്ക് ഇതൊരു തീർത്ഥാടനമാണ്. രാവിലെ 7:30 മുതൽ 10:30 വരെ പൊതുജനങ്ങൾക്കായി ശവകുടീരം തുറന്നിരിക്കും. പ്രതിരോധ അറ്റകുറ്റപ്പണികൾക്കും പുനരുദ്ധാരണത്തിനുമായി എംബാം ചെയ്ത മൃതദേഹം റഷ്യയിലേക്ക് അയക്കുന്നതിനാൽ ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചേഞ്ച് ഓഫ് ഗാർഡ് പരേഡ് നടക്കുകയാണ്. ഡ്യൂട്ടിയിലുള്ള കാവൽക്കാർ മാറി പുതിയ കാവൽക്കാർ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ്. സൈനികരുടെ അർപ്പണബോധവും അവരുടെ കഴിവും പ്രകടമാക്കുന്ന അച്ചടക്കവും പാരമ്പര്യവും പ്രതീകാത്മകതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ പരേഡ് കാണേണ്ട ഒന്ന് തന്നെയാണ്. ബാദിൻ സ്ക്വയറിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ബുദ്ധക്ഷേത്രമാണ് വൺ പില്ലർ പഗോഡ. ഈ പഗോഡ വിപുലീകൃത അനുഗ്രഹങ്ങളുടെ പഗോഡ എന്ന വാസ്തുവിദ്യാ സമുച്ചയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വാസ്തുവിദ്യാ സമുച്ചയത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഭാഗം ഒരു തൂണിൽ സ്ഥാപിച്ചിരിക്കുന്ന താമരപീഠം എന്ന് വിളിക്കുന്ന പ്രത്യേക ഘടനയുള്ള ഒരു ക്ഷേത്രമാണ്. 1.25 മീറ്റർ വ്യാസവും 4 മീറ്റർ ഉയരവുമുള്ള ഒരു കൽത്തൂണിൽ മരം കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചെളി നിറഞ്ഞ കുളത്തിലാണല്ലോ താമര വിരിയുന്നത്. അതിനാൽ ബുദ്ധമതത്തിൽ വിശുദ്ധിയുടെ പ്രതീകമാണ് താമരപ്പൂവ്. 1949 നിർമ്മിച്ച യഥാർത്ഥ പഗോഡയിൽ ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തി അത് 1105 പൂർത്തീകരിച്ചു. വിയറ്റ്നാമിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൺ പില്ലർ പഗോഡ. ഓരോ വശവും 20 മീറ്റർ വീതമുള്ള താമരക്കുളത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. പരമ്പരാഗത ചുവപ്പ് നിറത്തിലുള്ള പഗോഡയുടെ മേൽക്കൂര പായലുകൊണ്ട് മൂടിയിരിക്കുന്നു. പഗോഡയിൽ അവലോകിതേശ്വര ബോധിസത്തിന്റെ പ്രതിമ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് മരവും ചുവപ്പും കലർന്ന സിംഹാസനത്തിലിരിക്കുന്നു. ചില പൂജാവസ്തുക്കളായ പാത്രങ്ങൾ, തൂക്കുവിളക്കുകൾ, മെഴുകുതിരികൾ എന്നിവയൊക്കെ കൊണ്ട് ഇതിനെ അലങ്കരിച്ചിരിക്കുന്നു. തനിക്ക് ഒരു പുത്രനെ പ്രദാനം ചെയ്തതിനുള്ള നന്ദി സൂചകമായി താമരക്കുളത്തിന്റെ നടുവിൽ ഒരു സ്തംഭം സ്ഥാപിച്ച് ക്ഷേത്രം പണിയാൻ ഒരു സന്യാസി പറഞ്ഞതിനെ തുടർന്ന് 1049 ലീ രാജവംശത്തിലെ ചക്രവർത്തി ക്ഷേത്രം പണിതു എന്നാണ് ഐതിഹ്യം. ബുദ്ധന്റെ കൈകൾ എന്ന് വിളിക്കുന്ന ഒരുതരം പഴമാണിത്. ബുദ്ധനു വേണ്ടിയുള്ള പൂജകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹനോയിലാണ് ഇന്ന് ഞങ്ങളുടെ താമസം. സഞ്ചാരികളുടെ പറുദീസയായ ഹാലോങ് ബേയിലേക്കാണ് നാളെ ഞങ്ങളുടെ യാത്ര. പ്രകൃതി സൗന്ദര്യം തുളുമ്പിയ ഹാലോങ് ബേയുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.